യേശുക്രിസ്തു സത്യ വെളിച്ചമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. ഇരുള് മൂടിയ പാതകളിലൂടെ യേശുക്രിസ്തു എന്ന വെളിച്ചം സ്വീകരിച്ച് ഒരു മനുഷ്യൻ നടന്നാൽ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും അവനെ കീഴടക്കി വെക്കാൻ കഴിയുകയില്ല. ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഒരു വചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 29-ാം അധ്യായം 3-ാമത്തെ വചനം. അന്ന് അവന്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുളിൽ കൂടെ നടന്നു. ഇയ്യോബ് തന്റെ പഴയകാല അനുഭവത്തെ പരിശുദ്ധാത്മ നിയോഗിതനായി എഴുതിയിരിക്കുകയാണ്. ആ വാക്യങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്. അവൻ പണ്ട് ദൈവം അവനെ നടത്തിയ വഴി ഓർത്തിട്ട് ഇതുപോലൊരു കാലം എനിക്ക് തരണമേ എന്ന് ഇയ്യോബ് പ്രാർത്ഥിക്കുക. അദ്ദേഹം അവിടെ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അന്ന് ദൈവത്തിന്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, എൻ്റെ മുമ്പിൽ ഇരുട്ട് വന്നപ്പോൾ ആ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിനകത്തുകൂടെ നടന്നു. 4-ാം വാക്യം, എൻ്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്തു. എൻ്റെ ശുഭകാലത്തെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം ദൈവത്തിന്റെ സഖ്യത അവന്റെ വീട്ടിലുണ്ടായിരുന്നു, ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു. എത്ര വലിയൊരു ആത്മീക അനുഭവമാണ്. ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ പ്രകാശം നിന്റെ തലയ്ക്ക് മീതെ തെളിഞ്ഞു നിന്നാൽ ഏത് ഇരുട്ടിക്കൂടെയും നിനക്ക് യാത്ര ചെയ്യാം. യെശയ്യാവ് പറയുക, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുക, പക്ഷേ യഹോവ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ പ്രകാശം, സത്യ വെളിച്ചമായ ക്രിസ്തുവിന്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവൻ ആരും ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറണമെന്ന് യേശു പറഞ്ഞതുപോലെ ആ വെളിച്ചത്തിൽ നടക്കാം. പൈശാചികമായ ഇരുട്ടിന്റെ മേഖലകളെ നമുക്ക് ജയിക്കാം. ആ ഇരുട്ടിലൂടെ ക്രിസ്തുവിന്റെ വെളിച്ചം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിക്കണം, അവർക്ക് വഴിയും വാതിലും തുറക്കണം. ദൈവത്തിൽ നിന്നുള്ള വെളിച്ചം പ്രാപിച്ച് ഇരുട്ടിലൂടെ യാത്ര ചെയ്ത് ഇരുട്ടിനെ വെളിച്ചമാക്കുന്നവരാക്കി അവരെ തീർക്കണം. പ്രാർത്ഥിച്ച് ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൽ നിന്നുള്ള വെളിച്ചം പ്രാപിക്കാം, ഏത് ഇരുട്ടിൽ കൂടെ യാത്ര ചെയ്യാം. ദൈവം കൂടെ ഇരിക്കും. ഗോഡ് ബ്ലസ് യു.